നമ്മളൊരു ലഞ്ച് കഴിക്കാനായിട്ട് ഇറങ്ങിയതാണ് ഇവിടെ. അത്യാവശ്യം ഫേമസ് ഒരു കടയാണ് ഇവിടെ, സീ ഫുഡ് മീൽസ്. അതായത് RKMS മാർത്താണ്ഡം. മാർത്താണ്ഡത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ മാർത്താണ്ഡത്തെ ബെസ്റ്റ് പ്ലേസ് ഏതാണെന്ന് നോക്കുമ്പോൾ ഇത് റെഫർ ചെയ്ത് കിട്ടി. ഇത് ലേഡീസാണ് കൂടുതലായിട്ട്. അപ്പോൾ ഇത് RKMS, ഇത് മാർത്താണ്ഡം കീഴ്പ്പാലം എന്നല്ലേ പറഞ്ഞത്? കീഴ്പമ്മം. കീഴ്പമ്മം എന്ന് പറഞ്ഞ സ്ഥലമാണ്. മാർത്താണ്ഡത്തിനടുത്ത് തന്നെ അല്ലേ, അവിടെ നിന്നോട്ട് വരുമ്പോൾ കീഴ്പമ്മം. ഇതാണ് കട RKMS. ഇവിടെ എല്ലാം ലേഡീസ് സ്റ്റാഫാണ് കൂടുതലും. അവർ തന്നെയാണ് സെർവ് ചെയ്യുന്നതെല്ലാം. വാഴയിലയിലാണ് ഊണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി സാമ്പാർ അങ്ങനത്തെ കാര്യങ്ങളേ ഉള്ളൂ. ലഞ്ച് 11:30 ഓൺവേർഡ് സ്റ്റാർട്ട് ചെയ്യും, 4 മണി വരെ ഉണ്ടെന്നാണ് പറഞ്ഞത്. സീ ഫുഡ് ഐറ്റംസാണ്, ചിക്കൻ അങ്ങനത്തെ ഉണ്ടല്ലോ. മീൻ പലതരം കിട്ടുന്നത്, തൊലി വരെ കിട്ടുന്നുണ്ട് ഇവിടെ. പിന്നെ എന്ത് മീനാണ് ഇപ്പോൾ? കൊഴിയാള. ഇപ്പോൾ വറുക്കാൻ പോയത് ഏത് മീനായിരുന്നു? വെള്ളമീൻ. എനിക്കൊരു വെള്ളമീനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. ചീര. കീര. ഇതെന്ത് പൊരിയല്? ചൗ. ഇത് ഫ്രയംസ്, അച്ചാറ്, ഇഞ്ചിക്കറി, കപ്പയുണ്ട്. ഓ, ചെറിയൊരു കേരള ടച്ച് ഉണ്ടല്ലേ കപ്പ. ഇവിടെ 2 ടൈപ്പ് കിട്ടും. പൊന്നിയരി. ഇത് സുലേഖയാ ജയ? സിയോ. ഞാൻ പൊന്നി പറഞ്ഞു. പൊന്നി റൈസ്. കൊളമ്പ എന്നാ മീൻ? ചുണ്ട് എന്ന മത്തിയാ? എന്ത് ചാളയൊക്കെ ഉണ്ടോ? കറി? മത്തിക്കറി. ഓക്കെ. എന്നാ ഒരു നെത്തോലി അവിയലോ? ഒരു നെത്തോലി അവിയൽ, ഒരു മത്തിക്കറി, നെത്തോലി ഫ്രൈ എല്ലാം പറയാം. അറിയണമല്ലോ നമുക്ക് ടേസ്റ്റ്. അവർക്കൊരു കോമഡി ആയിട്ട് നടക്കുന്നത്. അപ്പോൾ ഞാനെന്തൊക്കെ കാണിക്കുന്നു. ഇത് ചാളക്കറി. വാവ്. ഓക്കെ, നല്ല കറി. കണ്ടാലറിയാം. തുണ്ട് കറി വേണ്ട എനിക്ക്. ചൂരക്കറി. തലക്കറി വേണ്ട. തല കഴിക്കാൻ എക്സ്പേർട്ട് അല്ല. ഓ, ഇതാണ് നിങ്ങളുടെ അവിയൽ അല്ലേ? നെത്തോലി അവിയൽ. നമ്മൾ വീര പറ്റിച്ചതെന്ന് പറയുന്ന പോലെ അവർ. പക്ഷെ ഇത് മാങ്ങയൊക്കെ ഇട്ടിട്ടുണ്ടല്ലേ? മാങ്ങയിട്ട് നമ്മൾ വീര പറ്റിക്കില്ല അതുപോലെ. ഓ, നെത്തോലി അവിയൽ. നെത്തോലി പൊരിച്ചത് വേണം. ഇനി ഒഴിക്കാനായിട്ട് സാമ്പാറുണ്ട്, മോരുണ്ട്, മീൻ കുളമ്പ്, പുളിശ്ശേരി ഉണ്ട്, മോരുണ്ട്, ഓക്കെ, രസമുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. യെസ്, പുളിശ്ശേരി, മോര്, പച്ചമോര്, സാമ്പാർ. കണ്ടിട്ടെല്ലാം നമ്മുടെ ഒരു കേരള സ്റ്റൈൽ തന്നെയാണ് കേട്ടോ. നമ്മൾ തമിഴ്നാട്ടിലാണ്. ഇത് മാർത്താണ്ഡത്തിനടുത്താണ് ഈ സ്ഥലം. രസം. മീൻ കുളമ്പ് ഇത് കൊടുക്കും എല്ലാവർക്കും. ഓ, അത് ശരി. മീൻ കുളമ്പ് അങ്ങനെ വേണമെങ്കിൽ കൊടുക്കും, ചാറായിട്ട് കൊടുക്കും അല്ലേ? മേടിച്ചില്ലെങ്കിലും ചാറ് കിട്ടും. വെള്ളമീൻ ഫ്രൈ. ഓക്കെ, ഇതാണ് ഹൈലൈറ്റ്. എൻ്റെ മുകളിലിപ്പോൾ മല്ലിയിലയും കൂടി വറുത്തിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? കഴിച്ചു തുടങ്ങാം. അത് നമ്മൾ ആരംഭിക്കുന്നു. ആദ്യം മീൻ കുളമ്പിൽ നിന്ന് തന്നെ തുടങ്ങാം. ഓക്കെ, ഇതാണ് ചാളക്കറി. വെരി നൈസ്. നല്ല പുളിയും നല്ല അത്യാവശ്യം നല്ല എരിവും. തേങ്ങ അരച്ച കറി കേട്ടോ. ഇപ്പം മാർത്താണ്ഡത്തിനടുത്താണെങ്കിലും കേരളത്തിലൊരു ഭക്ഷണം ചിലന്ന് കഴിക്കുന്ന പോലെ ഉണ്ട്. ചീര അവിയലാന്ന് തോന്നുന്നു. നന്നായിട്ടുണ്ട്. ഇഞ്ചിക്കറി. വാവ്, അടിപൊളി. നൈസ്. നെത്തോലി ഇവരുടെ അവിയൽ എന്നാണ് പറയുന്നത്. നമ്മുടെ ചീര മാങ്ങയിട്ട്. നന്നായിട്ടുണ്ട്. മാങ്ങയും പച്ചത്തക്കാളിയും ഒക്കെ ഇട്ടിട്ടാണ്. അതും നന്നായിരുന്നു. ഓഹോ, നെത്തോലി ഫ്രൈ വിഷ്ണുവിൻ്റെ ഫേവറേറ്റ്. എൻ്റെ അതെ, ക്രിസ്പി ഫ്രൈ. നിറയെ കറിവേപ്പിലയും. നല്ല ഫ്രഷാണ് കേട്ടോ. നന്നായിട്ടുണ്ട്. തല. ഞാനൊരു എക്സ്പേർട്ട് അല്ല തല കഴിക്കുന്നതിന്. അത് വെരി നൈസ്.
അങ്ങനെ വിളമീൻ ഫ്രൈയിൽ നിന്ന് ഞാൻ ഒരു പീസായിട്ട് കട്ട് ചെയ്തെടുത്ത് തരാൻ പറഞ്ഞു. എല്ലാം കൂടി എങ്ങനെ കഴിക്കുക അല്ലെങ്കിൽ വാവ്, നല്ല ഫ്രഷ് കണ്ടില്ലേ, കാണുമ്പോൾ അറിയാലോ, വെരി ഫ്രഷ്, നീറ്റ്ലി ഡൺ. നന്നായിട്ടുണ്ട്, വെറുതെ പറയുന്നില്ല, എല്ലാം നന്നായിട്ടുണ്ട്. ഗംഭീരം. ഇതെല്ലാം കഴിച്ച് തരുമ്പോൾ ഞാനൊരു വഴിക്കാവും, ഫുള്ളാകും. ദൈവമേ, എനിക്കിനി മുന്നോട്ട് പോകുന്നതാണ് യാത്ര. അങ്ങനെ RKMS നിന്നും സുഭിക്ഷമായി കഴിച്ചു. എന്താ പറയുക, വയറും മനസ്സും നിറഞ്ഞു പോകാമെന്നൊക്കെ പറഞ്ഞില്ല. എനിക്ക് അതിശയം തോന്നുന്നു. സാധാരണ തമിഴ്നാട്ടിൽ പോകുമ്പോൾ വേറെ സ്റ്റൈൽ ഓഫ് ഫുഡാണല്ലോ, നല്ല ഫുഡ് കിട്ടും, പക്ഷേ വേറെ സ്റ്റൈലാണ്. പക്ഷേ നമ്മുടെ ഒരു കേരള സ്റ്റൈലിലെ ഒരു ഫുഡ് തന്നെ കഴിക്കാൻ പറ്റി. ഗംഭീരമായിരുന്നു, പറയാതിരിക്കാൻ വയ്യ. മസ്റ്റ് ട്രൈ ആണ്. RKMS മാർത്താണ്ഡത്തിൻ്റെ ആ റൂട്ട് തന്നെയാണിത്. സെയിം മാർത്താണ്ഡത്ത് വരികയാണെങ്കിൽ ഇവിടെ വരിക. ഇത് നോക്കൂ, ഇതിൻ്റെ ഓണറിൻ്റെ മകനാണിത്, ഓണേഴ്സ് സൺ. സിയിൽ ഒരു സരിഗമ പോലെ ഒരു പ്രോഗ്രാം ഉണ്ടല്ലോ, പാട്ടിൻ്റെ മ്യൂസിക് കോമ്പറ്റീഷൻ. സീസൺ 5 ഈസ് പാർട്ടിസിപ്പേറ്റിംഗ്. അതാണ് ഇവിടെ ഒരു വലിയ ബോർഡ് വെച്ചിരിക്കുന്നത്. ഇത് ഓണർ, വൈഫ്, 2 മക്കൾ. ഓക്കെ, മോൻ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. 8 പാട്ട് പാടി കഴിഞ്ഞു പറഞ്ഞത്. അങ്ങനെ മാർത്താണ്ഡം ഭാഗത്ത് നിന്നും വീണ്ടും മുന്നോട്ട് പോകുന്നു. ഇനി നമ്മൾ നാഗർകോവിൽ സൈഡിലേക്ക് തന്നെയാണ് പോകുന്നത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 10-15 കിലോമീറ്റർ ഡീവിയേറ്റ് ചെയ്ത് ഞാൻ കാണാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ കൂടി കണ്ടാണ് പോകുന്നത്. ഇവിടെ നിന്നൊരു 15 കിലോമീറ്റേഴ്സ് സഞ്ചരിച്ചാൽ തേങ്ങാപട്ടണം എന്ന് പറഞ്ഞാൽ ഫിഷിംഗ് ഹാർബറൊക്കെ ഉള്ള സ്ഥലമാണ്. അതൊരു പ്രധാനപ്പെട്ട ഒരു ഫിഷിംഗ് മേഖലയാണ് തേങ്ങാപട്ടണം. നമ്മുടെ നാട്ടിലേക്കും തൂത്തുക്കുടിയിലേക്കും അവിടെ ഇവിടെയൊക്കെ വലിയ വലിയ മത്സ്യമൊക്കെ വരുന്ന സ്ഥലമാണ്. റീറ്റെയിൽ ആൻഡ് ഹോൾസെയിൽ വലിയ വലിയ കണ്ടെയ്നേഴ്സുള്ള ബോട്ടിൽ പോയി പുറംകടലിൽ പോയി പിടിച്ചിട്ട് വരുന്ന മീൻ കാണാം. വലിയ കണ്ടെയ്നർ ലോറീസിൽ ഇത് കൊണ്ടുപോകുന്നത് കാണാം. അപ്പോൾ വൈകുന്നേരം സമയമായി ഒരു 2-3 മണിക്ക് അവിടെ എത്തിയാലും ഈ കാഴ്ചകളെല്ലാം കാണാം, ഏകദേശം ഒരു ഈവനിങ് ടൈം വരെ. എന്നാലും അവിടെയും കൂടി ഒന്ന് പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ട് പിന്നെയും നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ, അങ്ങനെ നമ്മൾ കറങ്ങി ഇപ്പോൾ തേങ്ങാപട്ടണത്തിലെത്തിയിരിക്കുകയാണ്. ഇവിടെ ഫിഷ് ഹാർബർ, നമ്മുടെ ഫിഷിംഗ് ഹാർബർ ഏരിയ ആണിത്. ഒരുപാട് ബോട്ടുകൾ മീൻ പിടിച്ച് പുറംകടലിൽ നിന്ന് വരുന്ന സ്ഥലമാണ്. ഇവിടെ ഒരുപാട് പേര് വന്ന് വാങ്ങിയിട്ട് പോകും. അതായത് ഹോൾസെയിൽ ഓരോ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാനായിട്ട്. നമ്മുടെ നാട്ടിലേക്കും കൊണ്ടുവരുന്നത് ഇവിടെ നിന്നൊക്കെ തന്നെയാണ്. വലിയ വലിയ മീനൊക്കെ കൊണ്ടുവന്ന് നോക്കിയാൽ എൻ്റെ ഓരോ ബോട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന സാധനങ്ങൾ വേളാപ്പാരയാണ്. വലിയ പാര. ഓ, ഇത് ബോട്ടിനകത്തുനിന്ന് എടുത്ത് കൊണ്ടുവരുന്നതൊക്കെ പുറംകടലിൽ പോയി എടുത്തിട്ട് ഈ ബോട്ടിൻ്റെ അടിഭാഗത്താണ് ഇതൊക്കെ സ്റ്റോർ ചെയ്യുന്നത്. അമ്മ, ബിഗ് ഫിഷ്. ഇത് പരവ. എന്ത് മീനിത്? കൊഴുവേ? പാരാന്ന് പറഞ്ഞ മീനാണ്. അത് തന്നെ വലിയ പാര അല്ലേ? നിങ്ങൾ എത്ര ദിവസം കഴിഞ്ഞ് വരുന്നത് ശരിക്കും പറയും? 10-15 ദിവസം കഴിഞ്ഞാൽ വരുന്നത് അല്ലേ? പുറംകടലിൽ പോയിട്ട് അത്രയും ദിവസം നിറയെ ഐസൊക്കെ ഇട്ടിട്ടാണ് അവർ മീനിനെ കൊണ്ടുവരുന്നത്, സ്റ്റോർ ചെയ്ത്. ഈ മീനിൻ്റെ അടിഭാഗം മുഴുവൻ ഫിഷാണ്. കുറേ ദിവസത്തെ അധ്വാനമാണ് സ്റ്റോർ ചെയ്ത്. ഉണ്ട് മീൻ. അവിടെ കൊണ്ട് കൂട്ടി ഇടുന്ന നോക്കിയേ, നല്ല രസമുണ്ട്. ഇതാ ഓണറ്, ഈ ബോട്ടിന്റെ ഓണറാ? ഓക്കെ, അപ്പൊ ഈ മീനെല്ലാം അദ്ദേഹത്തിന്റെ ആണ്. ഇത് വിളമീനാ? ഓ, വിളമീൻ. വള്ളിക്കുഴികളാണ് ഏറ്റവും കൂടുതൽ കാണുന്ന വേറൊരു ഫിഷ്. അവിടെ നിന്ന് ഓരോ ബോട്ടിൽ നിന്നും കുറെ മീൻ വരുന്നുണ്ട്. ഓരോ സ്ഥലത്ത് കുട്ടി റെഡ് സ്നാപ്പർ അല്ലേ? റെഡ് സ്നാപ്പർ എന്തുമാത്രം മീനാണ്, വലിയ വലിയ മീനുകൾ. அதாவது இங்கே இருந்து 10 நாட்கள் ஓடிட்டு ஒரு 6 நாள் தொல்லுவாக்குவாங்க. 6 நாள் தொல்லுவாங்க. 6 ദിവസം അതിനുശേഷം തിരിച്ചു വരാൻ വേണ്ടി 10 ദിവസം. എല്ലാം കൂടി 10 ദിവസം. അപ്പൊ ഈ മീൻ കിട്ടി 14 ദിവസമായി. എന്ന് വെച്ചാൽ ഇവര് പണിക്ക് പോയി 26 ദിവസം, ഇവിടെ നിന്ന് ഓടി ആ സ്ഥലം പിടിക്കാൻ 10 ദിവസം ആ സ്പോട്ടിൽ പോകണം. പിടിച്ചിട്ട് തിരിച്ചു കൊണ്ടുവരണം. പിടിക്കാൻ വേണ്ടി 6 ദിവസം. അത്രേ ഉള്ളൂ. അതിനുശേഷം അവിടെ നിന്ന് റിട്ടേൺ വരാൻ 10 നാൾ. അപ്പൊ 14 നാളാണ്. അപ്പൊ മേഡം ഇടുമ്പോ മനസ്സിലായി. അതായത്
ഇവര് ബോട്ട് പുറംകടലിൽ എത്തി മീൻ കിട്ടുന്ന ഒരു ഏരിയയിൽ എത്തുന്നതിന് തന്നെ ഏകദേശം ഒരു 10 ദിവസത്തിൽ കൂടുതൽ എടുക്കും അല്ലേ അവിടെ എത്താൻ? മീൻ പിടിച്ചു തുടങ്ങിയിട്ട് പിന്നെ ഒരു 6 ദിവസം പിടിക്കും. പിന്നെ തിരിച്ചു വരുന്ന സമയം അങ്ങോട്ട് ഇവിടെ പോയി വരാനാണ് 20 ദിവസം എടുക്കുന്നത്. അപ്പൊ അവിടെ ഓട്ടമാണ്. ഓക്കെ ഓക്കെ. 10 ദിവസം ഓടി സ്പോട്ടിൽ എത്തി പിടിച്ച് തിരിച്ചു വരുന്ന 10 ദിവസം. അതെ 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 അടുത്ത മീൻ കിട്ടുമ്പോൾ 15 ദിവസം. അടുത്തത് 14. ഓക്കെ. അങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും. പല സൈസ്. അപ്പൊ കരയിട്ട് വിടുമ്പോ ഓ ശരി. 11 ഡേയ്സിലാണ് ഈ മീൻ ഇവിടെ വരുന്നത്. ഓക്കെ. നിറയെ ഐസൊക്കെ ഇട്ടല്ലേ കൊണ്ടുവരുന്നത്? നിറച്ച് ഫുൾ ഐസ് തിരിച്ചു കൊണ്ടുവരും. ഓ അത് ശരി. ഈ വരുന്ന സമയം നമുക്ക് ഒരു നാൾ ഇട്ടിട്ട് ഐസ് ഇടാൻ വേണ്ടി അങ്ങനെ കൊണ്ടുപോകും. കൂടുതൽ കൊണ്ടുപോകും അല്ലേ? കൂടുതൽ നിറയെ ഐസ് ഇട്ടാണ് വരുന്നത്. ഈ ബോട്ടിന്റെ താഴത്തെ ഭാഗത്താണ് ഇത് സ്റ്റോർ ചെയ്യുന്നത് അല്ലേ? അടിഭാഗത്ത് നിറയെ ഐസിട്ടൊരു ഫ്രീസർ മാതിരിയാണ്. അവിടെയാണ് സ്റ്റോർ ചെയ്തത്. നോക്കി എന്തുമാത്രം വലിയ മീനെല്ലാം. വലിയ കണവയുണ്ട്. എല്ലാം ബിഗ് സൈസ് മീനാണ് കേട്ടോ ഇവിടെ വരുന്നത്. ഇതെല്ലാം എങ്ങോട്ടാ കൊണ്ടുപോകുന്നത് വണ്ടികളില്? കേരളം, തൂത്തുക്കുടി എക്സ്പോർട്ടിങ്. ഓക്കെ. എക്സ്പോർട്ട് ക്വാളിറ്റി സാധനങ്ങളാണ് ഇവിടെ തൂത്തുക്കുടിയിൽ പോവും. അവിടുന്ന് അത് എക്സ്പോർട്ട് ചെയ്യാനുള്ള രീതിയിലുള്ള പാക്കിയത്. ആ വണ്ടിക്കകത്ത് നോക്കിയാൽ എന്തുമാത്രം മീനാണ് ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് കൊണ്ടുവന്നതെന്ന് കണ്ടോ. വാഹനത്തിൽ അടുക്കി വെച്ചിരിക്കുന്നുണ്ട് നിറച്ച് ഐസ് പാക്ക് ചെയ്ത് ബോക്സ്. ഇതെല്ലാം ആ വാഹനം നിറച്ച് പാക്ക് ചെയ്യാണ്. ഇതെല്ലാം തൂത്തുക്കുടിക്ക് പോവാണ് ഇപ്പോൾ. എന്നിട്ട് ഇതേ നടന്നും എടുത്തും പല രീതിയിലാണ് ഫിഷിനെ കൊണ്ടുവരുന്നത്. പല ടൈപ്പ് ഓഫ് ഫിഷ് പല പല ബോട്ട്സിൽ നിന്ന് വരുന്നു. ഒരു കയ്യിലെടുത്തിട്ട് വരുന്നു, ബോക്സുകളാക്കിയിട്ട് വരുന്നു. ഇവിടെ ദേ ഐസ് പാക്ക് ചെയ്ത് അത് ഓൾറെഡി അത് ഐസിൽ പാക്ഡ് ആയിട്ടാണ് ആ ബോട്ടിനകത്തിരിക്കുന്നത്. വന്നിട്ട് സേഫായിട്ട് ഇങ്ങനത്തെ ഫിഷ് കൊണ്ടുപോകണ വലിയ വലിയ കണ്ടെയ്നർ വാഹനങ്ങളാണ്. ഐസ് പാക്ഡ് ഒരു ഫ്രീസർ യൂണിറ്റ് പോലെയാണ്. അതിനകത്തേക്കാണ് കയറ്റി കൊണ്ടുപോകണം. ഇനി ഇതാണ് തൂത്തുക്കുടിയിലൊക്കെ പോയിട്ട് ആ ഒരു പ്രോസസ്സിങ് കഴിഞ്ഞിട്ട് അവരവിടെ എക്സ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. അതല്ല ഇവിടെ നിന്ന് തന്നെയാണ് അങ്ങനെ അത് എൻഷുർ ചെയ്തിട്ടാണ് അത് കൊണ്ടുപോകണം. ഇത്രയും വലിയൊരു ഫിഷ് മാർക്കറ്റ് ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നത്. മീൻ ബിഗ് ഫിഷ് ഒരു വലിയൊരു ബിസിനസ് സാമ്രാജ്യമാണ് ഞാനിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. തേങ്ങാപ്പട്ടണത്തിലാണ് ഏറ്റവും കൂടുതൽ എക്സ്പോർട്ടിങ്ങിനും നമ്മുടെ കേരളത്തിലേക്കും വരുന്ന ഒരുപാട് വലിയ മീനുകളൊക്കെ ഇവിടുന്ന് തന്നെ കേട്ടാ വരുന്നത്. ഇതിപ്പോൾ ഈവനിങ് ആണ്. 2:30 മണി സമയത്താണ് ഞാനിവിടെ നിൽക്കുന്നത്. 2:30-3 മണിക്കൊക്കെ ചിൽ 5 o'clock ഇവിടെ വന്നുകൊണ്ടേയിരിക്കും. ഒരു ബോട്ട് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഒരു 10-20 ദിവസം 25 ദിവസം കഴിഞ്ഞാൽ തിരിച്ചു വരുന്നത്. ട്രാവലിംഗ് ടൈം തന്നെ ഏകദേശം ഒരു 10 ദിവസത്തോളം എടുക്കും. അവർക്ക് ആ പുറംകടലിൽ പോയി അവിടെ നങ്കുരമിട്ട് അവിടെ ഒരു 5-6 ദിവസം കൊണ്ടാണ് പല ദിവസമായിട്ടാണ് ഫിഷിംഗ് നടക്കുന്നത്. പിന്നെ തിരിച്ചു വരാനൊരു 10 days അഗെയിൻ. അപ്പോൾ ഈ ട്രാവലിംഗ് ടൈമും കൂടി കണക്കാക്കുക. ഓരോ ബോട്ടും ഓരോ ഫ്രീസർ യൂണിറ്റ് പോലെയാണ്. അതിൻ്റെ അടിഭാഗം ദാറ്റ് ഇസ് 2 നിലയുള്ള ബോട്ട്സ് പോലെയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാലും ഫ്രീസർ യൂണിറ്റ് പോലെയുള്ള വാഹനങ്ങളിലേക്കാണ് ഇത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെയാണ് അവർ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതെല്ലാം കടലിൻ്റെ ഉൾക്കടലിൽ കിടക്കുന്ന വലിയ വലിയ മത്സ്യങ്ങളാണ്. എല്ലാം ഈ കേസ് ഇങ്ങനെയായി. രാവിലെ വരികയാണെങ്കിൽ പല വെറൈറ്റീസ് ഓഫ് ഫിഷ് കാണാമെന്ന് പറഞ്ഞത്. ഉച്ച കഴിഞ്ഞല്ലേ വരുന്നത്. പല ടൈമിലും പല ടൈപ്പ് ഓഫ് ഫിഷാണ് വരുന്നത്. പക്ഷെ എപ്പോൾ വന്നാലും ഇതുപോലെ വാഹനങ്ങളെല്ലാം ഇങ്ങനെ നിരനിരയായി നിൽക്കുന്നുണ്ടാവും. വാങ്ങാനും കൊണ്ടുപോകാനുള്ള ആൾക്കാരും എപ്പോഴും ഇവിടെ ലൈഫുണ്ട്. ഇതെല്ലാം എക്സ്പോർട്ട് ചെയ്യാനാണോ കൊണ്ടുപോകണേ? തൂത്തുക്കുടിക്കാ? കേരള പോവും, തൂത്തുക്കുടി പോവും. നല്ല ഐസ് പാക്ക് ചെയ്ത് നല്ല നീറ്റ്. ഇതൊക്കെ ഫ്രീസർ പോലത്തെ വണ്ടിയാണ് അല്ലേ? കേരളത്തിൽ എവിടെ പോകും? കൂടുതലും വെളിയിലേക്ക് അയക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോസസ്സിങ്ങിനാണ്. ഇറങ്ങിയിട്ട് അവർ വീട്ടിൽ നല്ലവണ്ണം ക്ലീൻ ചെയ്തിട്ട് നല്ല വൃത്തിയാക്കി ക്ലീൻ ചെയ്തിട്ട് അയച്ചു. അവിടെയൊക്കെ വരുമോ? മാർക്കറ്റിലും വരുമോ? ഇന്നത്തെ ക്യാച്ചല്ല ഇതാണല്ലേ? റെഡ് സ്നാപ്പർ, പാര. ഇത് വേളാപ്പാരല്ലേ? അയ്യോ, ഞാൻ ഇനി അവിടെ എത്തുമ്പോ താമസിക്കും രാത്രി. ആണോ? നല്ല ടേസ്റ്റ് ആയിരിക്കും. അത് വിളമീനോ? ആ സൈഡില് കുറേ വിളമീനും കിട്ടിയിട്ടുണ്ട്. കുറേ പാര, കുറേ സ്നാപ്പേഴ്സ്, ഒരുപാട്
11-12 ലക്ഷം രൂപ അവർക്ക് ചിലവാകും. 11-12 ലക്ഷം ചിലവുണ്ടാവും. ലക്ഷം ചെലവുണ്ടോ? ഒരു ബോട്ട് എത്ര ലക്ഷം? 11-12 ലക്ഷം. ഷോ ഒരു യാത്ര കഴിഞ്ഞ് വരാൻ 12 ലക്ഷം വരെ ആവുന്ന പറയുന്നത്. അതിനുള്ള ഗുണം ഉണ്ടാവോ? 10,000 രൂപ ഡീസൽ അടിക്കുന്നത്. ആ മനസ്സിലായി. റേഷൻ തന്നെ ഒരു 1.5 ലക്ഷം 2 ലക്ഷം റേഷൻ മാത്രമേ. അരി, വളം, മസാല. അല്ല അതിനുള്ള പ്രയോജനം ഉണ്ടാവോ? അത്രയ്ക്ക് ഫിഷ് കിട്ടുമോ? കിട്ടും അല്ലേ? റിസ്ക് എടുത്ത് പോണേ. അത്രയും ടൺ കണക്കിന് മീൻ കൊണ്ടുവന്നിട്ടേ കാര്യമുള്ളൂ. എന്തെങ്കിലും ഫെയിലിയറായി പോയാ അയ്യോ നഷ്ടമാണ്. ഓരോ മീൻപിടുത്ത യാത്രയും 12 lakhs വരെ മുടക്കിയാണ് ഓരോ ബോട്ടും പോകുന്നത്. ഇതൊരു സാധാരണ ബോട്ട് മീൻപിടുത്തമൊന്നും അല്ല. ഉൾക്കടലിൽ പോയി വലിയ ഫിഷിനെ കൊണ്ടുവരുന്ന ഒരു വലിയൊരു ഇൻഡസ്ട്രിയാണിത്. ഇതെല്ലാം ഫ്രീസർ യൂണിറ്റ് വാഹനങ്ങളാണ് വെയിറ്റ് ചെയ്യുന്നത് ഇത് കൊണ്ടുപോകാൻ. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും പോകുന്നുണ്ട്, കൊച്ചിയിലൊക്കെ പോകുന്നുണ്ട്. പ്രോസസ്സ് ചെയ്തിട്ട് പുറം രാജ്യങ്ങളിലേക്ക് പോകും. അല്ലാതെ ലോക്കലായിട്ടുള്ള ചന്തകളിലേക്കും പോകുന്നുണ്ട് അല്ലേ? അവിടെ ചങ്ങനാശ്ശേരി, തിരുവല്ല, അത് അങ്ങനെയും കുറച്ച് പോകും. ചെറിയ മീനുകളും വലിയ മീനുകളും ഉണ്ടല്ലോ. ഒരു ടൈപ്പ് ഓഫ് കണവയാണ്. കണവ തൂക്കി നോക്കിയാ കൊണ്ടിരുന്നത്. അത് കല്ലൻ കണവ. ഓക്കെ, ഇതെല്ലാം ഫുൾ റെഡ് സ്നാപ്പേഴ്സ് തന്നെ അടുക്കി വെച്ചിരിക്കുക പല സൈസിൽ. എല്ലാം ഫ്രീസർ യൂണിറ്റ് ആട്ടോ ഈ കാണുന്ന വാഹനങ്ങളെല്ലാം. അപ്പുറത്ത് പരവയുടെ സ്റ്റോക്ക് മുഴുവൻ അപ്പുറത്ത് വേണം. ഇത് എല്ലാം നിറയെ മീനുമായിട്ടാണ് പോണേ. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇങ്ങനെ ഫിഷിൻ്റെ ഇത് റീറ്റെയിലായിട്ട് സ്ത്രീകളൊക്കെ മേടിച്ച് അവരുടെ നിന്ന് മേടിച്ചിട്ട് ഇവിടെ വെച്ച് വിൽക്കുന്ന ഒരു ഏരിയ ഉണ്ട്. അത് ചെറിയ നമ്മുടെ വീട്ടാവശ്യങ്ങൾക്കെല്ലാം വാങ്ങി. ഇതെന്ത് മീനാണ് ഇത്? വാട്ട് ഈസ് ദിസ്? ക്ലാത്തി. ഓക്കെ, ക്ലാത്തി. ഇത് അത് തന്നെയാണോ? അതിൻ്റെ വേറൊരു ടൈപ്പ്. അതിന് ജീവനുണ്ട്. ഇത് പിടയ്ക്കുന്നു. രണ്ടും ക്ലാത്തിയാ? ഓ ഇത് വെള്ള ക്ലാത്തി, മറ്റേ കറുത്ത ക്ലാത്തി. ഇത് നല്ല ഫ്രഷ് ഇങ്ങനെ മറ്റേ ജീവനുണ്ടല്ലോ അതിന്. കുറച്ചിങ്ങനെ പടയ്ക്കുന്നുണ്ട്. ഇത് ഇവിടെ നിന്ന് തന്നെ മേടിച്ച ഫിഷാണ്. ഇത് വാഷ് ചെയ്ത് കഴിയുമ്പോൾ ഇത് ഇങ്ങനെ ഇരിക്കും, നല്ല ഫ്രഷായിട്ട്. കളറൊക്കെ നല്ല ചൂരയുണ്ട്, പാരയുണ്ട്, വേളാപ്പാര. മേടിച്ചിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നു. ഇത് കറുത്ത ക്ലാത്തി, സ്കിന്നൊക്കെ മാറ്റി നല്ല ഇത് ഇഷ്ടമുള്ളവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ക്ലാത്തി കരുവാടെന്ന് പറഞ്ഞിട്ട് ഉണങ്ങിയ ക്ലാത്തിക്കൊക്കെ ഭയങ്കര ഡിമാൻഡാണ്. ഇതിപ്പോൾ ഇവർ മേടിച്ചിട്ട് ക്ലീൻ ചെയ്ത് മേടിച്ചിട്ട് അതിൻ്റെ കറുത്ത സ്കിന്നൊക്കെ മാറ്റിയിട്ട് നല്ല നീറ്റാക്കി കൊടുക്കും. വൈറ്റ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. രണ്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല അതിൻ്റെ കളറും ഉണ്ടോ, നല്ല പിങ്കായിട്ടിരിക്കുന്നത്, നല്ല ഫ്രഷ്. അതെന്തോ മീനാ അത്? എന്ത് മീനാ അത്? തള എന്ന് പറഞ്ഞ ഫിഷ്. ഓക്കെ, തള. ഇത് ചുണ്ടൻ മുരള്, അതായത് കൊമ്പുള്ള മീനാ. മൂക്ക് ഇങ്ങനെ നീണ്ടിരിക്കും. ഇത് ഈ ചെറിയ ബോട്ടിൽ പോയി പിടിക്കുന്നത് വള്ളം മീനാണ്, വള്ളത്തിൽ കൊണ്ടുവരുന്ന മീൻ. ഇത് ചുണ്ടൻ മുരള്. ഈ ക്ലാത്തി രാവിലെ തന്നെ ബോട്ട് വളർത്ത മീന് ഉച്ചയ്ക്ക് അത് വിൽക്കാൻ പാടില്ല. ഉച്ചയ്ക്ക് ശേഷം വലിയ ബോട്ട്. അത് രാവിലത്തെ മീന് ആണോ? ഉച്ചയ്ക്ക് ശേഷം ഇത് മാത്രം തന്നെ ചെറിയ വള്ളങ്ങളുള്ള മീനുകൾ. ഓ, ചെറിയ വള്ളത്തിന്റെ മീനാണ് വൈകുന്നേരം വരുന്നത്. ഉച്ച കഴിഞ്ഞ് മറ്റേത് രാവിലെ വരുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ അവളോട് സംസാരിക്കാം. ആരെടുത്ത് ഇത് കൊള്ളാം. നല്ല കുറെ മീനുണ്ട് അല്ലേ വൈകുന്നേരത്തെ? ആ ക്ലാത്തിയൊക്കെ ഇപ്പൊ കൊണ്ടുവന്നാണോ? കേര, ക്ലാത്തി, ചുണ്ടമുരള്, കണ്ണൻ കുഴിയാള. അയല കണ്ടില്ലല്ലോ. ഓ, അയല ഉണ്ടായിരുന്നു അതിനകത്ത്. ഫ്രഷ്. നമുക്ക് പച്ചക്ക് കടിക്കാം. അയ്യോ വേണ്ട. അങ്ങനെ നമ്മളിപ്പോൾ ഒരു പുതിയ സ്ഥലത്തെത്തിയിരിക്കുന്നു. ഇതെല്ലാം അടുത്തടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളാണ്. ഇത് കൊളച്ചൽ ഭാഗത്താണ് വന്നിരിക്കുന്നത്. കൊളച്ചൽ ബീച്ചിൻ്റെ സൈഡിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെയും ഫിഷിംഗ് ഹാർബറൊക്കെ ഉണ്ട്. ആ ഏരിയയാണ് ഇനിയിപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത്. അതിനടുത്താണ് കൊളച്ചലിലെ പള്ളിയുടെ സൈഡിലായിട്ട് ഒരു സ്മാരകമുണ്ട്. ഇതാണ് കൊളച്ചൽ യുദ്ധത്തിൻ്റെ കമമറേഷനായിട്ടുള്ള ഒരു പില്ലർ.
എഴുതി വെച്ചിട്ടുണ്ട്, ദിസ് പില്ലർ കമ്മമറേറ്റ്സ് ദ വിക്ടറി ഓഫ് ദ ട്രാവൻകൂർ ആർമി ഓവർ ദ ഡച്ച് അറ്റ് കൊളച്ചൽ ഓൺ 31st July 1741 AD. ഇത് കണ്ടില്ലേ, ഒരു സ്തൂപം പോലെയാണ്. ഏറ്റവും മുകളിലായിട്ടൊരു തിരുവിതാംകൂറിൻ്റെ എംബ്ലമാണ് ആ ശംഖ് എന്ന് പറയുമ്പോൾ. നമ്മുടെ തിരുവിതാംകൂർ മഹാരാജാക്കന്മാരുടെ കാലത്ത് കൊളച്ചിലെല്ലാം തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്നു. ഇപ്പോൾ ഇത് തമിഴ്നാടാണെങ്കിലും അന്ന് തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്നു. ആ ഒരു പീരീഡിൽ 1741 1741 കൊളച്ചിൽ യുദ്ധം നടക്കുന്നത്. ആദ്യമായിട്ടാണ് ഒരു ഏഷ്യൻ കൺട്രി, ഇതൊരു കുഞ്ഞു സ്റ്റേറ്റാണ്, അതൊരു നാട്ടുരാജ്യം, ഒരു യൂറോപ്യൻ ഫോഴ്സിനെ തോൽപ്പിക്കുന്നത്. കൊളച്ചിൽ യുദ്ധത്തിൽ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് തോൽപ്പിച്ചത്. ഡിലനോയി ആയിരുന്നു അന്നത്തെ ഡച്ചിൻ്റെ കമാൻഡ്. അപ്പോൾ അതിൻ്റെ പടങ്ങളെല്ലാം ഇവിടെ, കഥകളെല്ലാം ഇവിടെ ചിത്രീകരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തിരുവിതാംകൂറിൻ്റെ മഹാരാജാവ് മാർത്താണ്ഡവർമ്മ മഹാരാജാവ് അദ്ദേഹത്തിൻ്റെ നായർ പട്ടാളവുമായി വന്നിട്ട് ദിസ് ട്രാവൻകൂർ ആർമിയുടെ മുന്നിൽ കൊളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാർ തോറ്റ് തുന്നം പാടി. അങ്ങനെ ഡിലനോയെ ഉൾപ്പെടെ ക്യാപ്റ്റീവായിട്ട് പിടിച്ചു. അത് കഴിഞ്ഞിട്ട് ഡിലനോയ് കുറേ കാലം തിരുവിതാംകൂർ രാജാവിൻ്റെ, അതായത് മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് അദ്ദേഹത്തിൻ്റെ സേവകനായിട്ട്, അദ്ദേഹത്തിൻ്റെ നേവൽ കമാൻഡറായിട്ടൊക്കെ കുറേ നാൾ, ഏതാണ്ട് ഒരു 10-20 വർഷത്തോളം സെർവ് ചെയ്തിട്ടുണ്ട്. പിന്നെ അദ്ദേഹം ഇവിടെ വെച്ച് തന്നെയാണ് മരിക്കുന്നത്. ഈ തിരുവിതാംകൂറിൽ തന്നെയായിരുന്നു മരിക്കുന്ന സമയത്തും. അദ്ദേഹത്തിൻ്റെ ശവകുടീരമാണ് ഉദയഗിരി ആ ഭാഗത്തുള്ള ഫോർട്ട്, ഡിലിനോയ് ഫോർട്ടിൻ്റെ അകത്ത് അടക്കം ചെയ്തിരിക്കുന്നത്. അത് നമ്മളൊരിക്കൽ കണ്ടിട്ടുണ്ട്, നമ്മളവിടെ പോയിരുന്നു, ആ ഫോർട്ടൊക്കെ നമ്മൾ കണ്ടതാണ്. അവിടെയാണ് ഡിലിനോയുടെ ശവകുടീരം, അദ്ദേഹത്തിനെ അടക്കിയിരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് കൊളച്ചൽ യുദ്ധത്തിലാണ്. ആ സ്ഥലമാണിത്. ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ആണ് ഈ കൊളച്ചലിന്. അപ്പോൾ നമ്മളിപ്പോൾ ഇതതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് അത് കഴിഞ്ഞുണ്ടാക്കിയ സ്തൂപമാണ്. ഈ ഏരിയയെല്ലാം, കൊളച്ചൽ എന്ന് പറയുന്ന ഈ പ്രദേശം കംപ്ലീറ്റ്ലി സുനാമി ബാധിച്ചൊരു സ്ഥലമാണ്. 2004 സുനാമി തിരമാലകൾ ആഞ്ഞടിച്ച് ഏകദേശം 500ഓളം ആൾക്കാരുടെ ജീവൻ നഷ്ടപ്പെട്ട സ്ഥലമാണ്. ഇവിടുത്തെ ഒരു പാലം ഉണ്ടായിരുന്നു, അതെല്ലാം വെള്ളത്തിൽ താന്നു. പിന്നെ പുതിയ പാലം ഉണ്ടാക്കി. അങ്ങനെ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായൊരു സ്ഥലമാണ് ഈ കൊളച്ചൽ. അപ്പോൾ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ആൻഡ് ഇങ്ങനൊരു കഥയും കൂടി പറയാനുണ്ട്. 31st July 1741 AD അന്നാണ് കൊളച്ചൽ യുദ്ധമൊക്കെ അവസാനിപ്പിച്ച് വിക്ടറി ഉണ്ടായത് ട്രാവൻകൂർ ആർമിക്ക്, മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ ലീഡർഷിപ്പിൽ. ഇതാണ് നോക്കി, ഇത് പെയിൻറ്റ് ചെയ്തൊക്കെ വെച്ചേക്ക് നോക്കി. ഈ ചുവരിലെല്ലാ കഥകളെല്ലാം കപ്പലിൽ വരുന്നു. ഡച്ച് ആൾക്കാർ, അവർ പീരങ്കിയായിട്ട് വരുന്നു. മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ മുന്നിൽ അടിയറവ് പറയുന്നു ഡിലനോയ്. ഇത് കംപ്ലീറ്റ്, ബാക്കി കാര്യങ്ങളെല്ലാം ഇവിടെ തമിഴിലാണ് കേട്ടോ എഴുതി വെച്ചിരിക്കുന്നത് ബോർഡിൽ. പക്ഷേ ദിസ് ഇസ് ദ ഹിസ്റ്ററി, ഇത് ചരിത്രമാണ്. അപ്പോൾ ഞാൻ കറങ്ങി കൊളച്ചലെത്തി. അപ്പോൾ ഇതെല്ലാം തന്നെ അടുത്തടുത്ത്, കന്യാകുമാരി എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ഒരു 20 കിലോമീറ്റേഴ്സ് അങ്ങോട്ട് പോകണം. ഓരോന്നും അടുത്തടുത്ത്. നാഗർകോവിലിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് വന്നാൽ ഇത് കൊളച്ചലായി. എല്ലാം അടുത്തടുത്ത് കിടക്കുന്ന പ്രദേശം. അപ്പോൾ നമ്മൾ ഈ ഒരു ഏരിയയിൽ കംപ്ലീറ്റ് നിന്ന് കറങ്ങുമ്പോൾ അത്യാവശ്യം എല്ലാ സ്ഥലത്തും നമുക്കൊന്ന് ടച്ച് ചെയ്ത് പോകാൻ സാധിക്കും. ഇവിടെ കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കൊളച്ചൽ, നമ്മൾ വന്ന വഴിക്കുണ്ടല്ലോ, ബീച്ചാണ്, ബീച്ച് ഏരിയ. അപ്പോൾ എത്രയോ ചരിത്രം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലോ. ചരിത്രത്തിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഫീലാണ്. എന്തൊക്കെ ചരിത്രം ഉറങ്ങി കിടക്കുന്ന സ്ഥലത്തിലൂടെ അല്ലേ നമ്മൾ സഞ്ചരിക്കുന്നത്. നമ്മുടെ പൂർവികർ അനുഭവിച്ച കാര്യങ്ങൾ, അവർ കടന്നുപോയ വഴികൾ. ഇപ്പോൾ ഉള്ള ആൾക്കാർ അതെല്ലാം മറന്ന്, ഇവിടെയൊക്കെ ഒരുപാട് ബിൽഡിങ്സും ആൾക്കാരും ഒക്കെ. നേരെ ഓപ്പോസിറ്റ് വലിയ പള്ളിയാണ്. അന്നത്തെ കാലത്ത് ഇങ്ങനെ ആയിരിക്കില്ലല്ലോ, വ്യത്യാസം ഉണ്ടാവും. ഇവിടെ എന്തോ ഉത്സവം നടക്കുകയാണ്, പള്ളിയിലെന്തോ പെരുന്നാളാണ്. ഫുൾ ലൈറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഞാനിത് കുറേ വർഷം, ഒരു മോർ ദാൻ 8 years 9 years 10 years അടുപ്പിച്ചാണ് ഇവിടെ വന്നത് ഫ്ലേവേഴ്സ് ഓഫ് ഇന്ത്യക്ക് വേണ്ടി. അന്ന് ഈ കൊളച്ചൽ സ്മാരകമൊക്കെ കണ്ടിരുന്നു, കൊളച്ചൽ യുദ്ധത്തിൻ്റെ. വീണ്ടും ഞാൻ വരുന്നു. അപ്പോൾ എനിക്കിങ്ങനെ ഒരു മെമ്മറി, പഴയ ആ ഒരു കാലഘട്ടത്തിലേക്ക് ഞാനും പോയി ഒരു 10 years ബാക്ക്. നമ്മളിപ്പോൾ കൊളച്ചൽ ബീച്ച് ഏരിയയിൽ, ഇതിപ്പോൾ ഫിഷിംഗ് ഹാർബറിൻ്റെ ഇപ്പുറത്തെ സൈഡിലൂടെ ഒരു കടൽപ്പാലത്തിലേക്ക് കയറുകയാണ്. ചെറിയ ബോട്ട്സ് പോയിട്ട് പെട്ടെന്ന് വരുന്നത്, രാവിലെ പോയി വൈകുന്നേരം വരും, വൈകുന്നേരം പോയി രാവിലെ വരും. പക്ഷേ അതങ്ങനെയല്ല, അത് പുറകടലിൽ, അതായത് ആഴക്കടലിലേക്ക് പോകുന്ന വലിയ ബോട്ട്സാണ്. അതിലാണ് 10, 20, 25 ദിവസം കഴിഞ്ഞൊക്കെയാണ് അവർ കടലിൽ നിന്ന് തിരിച്ചു വരുന്നത്, ഫിഷിംഗ് ബോട്ട്സ്. ഇതിപ്പോൾ നമ്മൾ സഞ്ചരിക്കുന്നത് കടൽപ്പാലത്തിലൂടെയാണ്. ഒരു ടോക്കൺ, ഒരു ടിക്കറ്റ് എടുത്താൽ മതി, നമുക്കിങ്ങനെ വാഹനവുമായിട്ട് ഇതിന് മേളിലേക്ക് വരാൻ പറ്റും. കടലിങ്ങോട്ട് കയറാണ്ടിരിക്കാൻ ഇഷ്ടംപോലെ കടൽ മുട്ട് ഇങ്ങനെ അടുക്കിയിട്ടുണ്ട് സൈഡിൽ. ഇങ്ങനെ അടുക്കിയാണ് ഇങ്ങനെ കടൽ പാലം ഉണ്ടാക്കുന്നത് തന്നെ. ഇത് വലിയ ബോട്ട്സ് ആട്ടോ. ഇതിൻ്റെ ഒരു നില എന്ന് പറഞ്ഞാൽ അടിഭാഗത്ത് ഒരു നിലയുണ്ട്, അത് ഫ്രീസർ യൂണിറ്റ് പോലെയാണ്. മീനൊക്കെ അതിനകത്താണ് അവർ സ്റ്റോർ ചെയ്ത് കൊണ്ടുവരുന്നത്. അതാണ് നമ്മൾ കണ്ട കാഴ്ച.
അവിടെ പോയപ്പോൾ തേങ്ങാപ്പട്ടണം. അപ്പുറത്തെ സൈഡിൽ നോക്കി പുളിമുട്ടിൻ്റെ ആ ഭാഗത്തൊക്കെ ഒരാളും ചൂണ്ടയിട്ടുകൊണ്ട് നിൽക്കുവാണേ മീൻ പിടിക്കാൻ. ഇതൊരു ഭയങ്കര ഒരു സീനിക്കാണ് ടോട്ടലി നോക്കുമ്പോൾ. കടലും അപ്പുറം ഇപ്പുറമൊക്കെ കാണുമ്പോൾ ബോട്ടുകൾ പാർക്ക് ചെയ്തിരിക്കുന്നു. ഇതിപ്പോൾ കുളച്ചലിൽ നിന്നും പോകുന്ന ബോട്ടുകളാണ്. തേങ്ങാപ്പട്ടണത്തിലുള്ളത് വേറെ. നമ്മൾ നടന്ന് വന്നു. ഇത് എൻഡ് വന്നപ്പോൾ ഒരു ഡെഡ് എൻഡ് പോലെ. അതായത് ഇതൊരു പ്രത്യേക ഷേപ്പിൽ സിമെൻറ്റ് കൺസ്ട്രക്ഷനാണ് കേട്ടോ. അതാണ് ഇങ്ങനെ കടൽ ഇറോഷൻ നടക്കാണ്ടിരിക്കാനും കടലിൽ സുനാമി തിരമാലകൾ വന്നാൽ അല്ലെങ്കിൽ വലിയ കടൽക്ഷോഭമൊക്കെ വന്നു കഴിഞ്ഞാൽ പിടിച്ചു നിർത്താനായിട്ടുള്ള ഒരു സംവിധാനം ഈ പാറ. ഇങ്ങനെ ഇത് പാറയല്ല, ശരിക്കും സിമെൻറ്റ് കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. ഇപ്പോൾ സൺസെറ്റൊക്കെ ഓൾമോസ്റ്റ് ആയി, പക്ഷേ ഇപ്പോൾ ക്ലൗഡിയാണ്, അത് കാരണം കാണാൻ പറ്റാത്തത് കൊണ്ടാണ്. ഇവിടെ കുറേ ആൾക്കാരെല്ലാം വൈകുന്നേരം വന്ന് അവരിങ്ങനെ സമയം കളയാനായിട്ടിരിക്കുന്ന ഒരു സ്പേസ് ആയി കഴിഞ്ഞു. ഇവിടെ കൂടുതലും ഫാമിലി ഒന്നും അങ്ങനെ വന്നിരിക്കുന്ന കാണുന്നില്ല. എല്ലാം യങ്സ്റ്റേഴ്സ് അങ്ങനെ ഗ്രൂപ്പായിട്ട് ആണുങ്ങളാണ് കൂടുതലും. ഇപ്പോഴത്തെ ഒറ്റപ്പെട്ട ഇങ്ങനെ ഓരോരോ കുഞ്ഞു കുഞ്ഞു ബോട്ടുകളായിട്ട് കടലിലേക്ക് പോവുകയാണ്. ഇനി അടുത്ത ഫിഷിങ്ങിനായിട്ട് അവർ വൈകുന്നേരം. ഇതൊരു മനോഹരമായ പള്ളിയാണ്, പത്രോമിയ ചേർച്ച്. പത്രോമിയ കൊടിമൊനെ എന്ന് പറയുന്ന സ്ഥലം. കൊടിമൊനെ കുളച്ചലിൽ നിന്ന് കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ നോക്കും, ഇതൊരു ബ്യൂട്ടിഫുൾ ഒരു ചേർച്ച്. കുളച്ചലും പരിസര പ്രദേശങ്ങളൊക്കെ ഒരുപാട് പ്രസിദ്ധമായ ചേർച്ചസ് ഉണ്ട്, ഒരുപാട്. ഇതും അതിലൊരെണ്ണമാണ്, ബർത്തലോമ പള്ളി. ഞാൻ ഇവിടുത്തെ ഒരു ഫാദറിനെ കണ്ടു, അപ്പോൾ ചോദിക്കുമായിരുന്നു ഈ പള്ളിയെക്കുറിച്ച്. ഇതാണ് ഒരു അപ്പോസ്റ്റലിന്റെ ഇതിലുള്ള. ഓക്കെ. ആൻഡ് ഹിസ് നെയിം ഈസ് Saint Bartholomew. സെയിന്റ് ബർത്തലോമിയോ. അദ്ദേഹം In Bible they call Nathaniel. നഥാനിയൽ. ഓക്കെ, ബൈബിളിൽ അങ്ങനെ പറയുന്നത്. 2 years ago it has been constructed. Okay. Yeah. There was an old church here. It was here only. Here only. Okay. Demolished. Oh, demolished and a new one also. It's a very beautiful church. It's almost 16 crores. 16 crores. Yeah. Oh, It was. okay. Yeah, it all mainly the local people. Local people contributed. Okay. All local people. Each house for 5 years it has been built. Then each 5 years the people have been Contributing. Those people who are in government job, they used to give 1 month salary. Okay. Those people working in abroad, they give 1 month of their salary. Everything was. 16 ക്രോസിന്റെ അകത്താണ് ഈ ഒരു പള്ളി പണിത്. 2 years ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞു. Every year big celebration. Big celebration. Okay. All people, wherever people are there abroad, They all come. they come here. Mostly they work as fishermen. No, they go to Kollam, Kochi, Manambam. So they all come here for 10 days. Oh, വളരെ very famous. Very famous. Okay. Okay. What is the time, like which month this festival happens? It was June, end of June. End of June. 2024, I think. Okay. Anyway, nice talking. Thank you. Thank you. Thank you. Thank you. God bless you. Thank you. പള്ളിയാണിത്. പറഞ്ഞില്ലേ 16 കോടി രൂപ ഇവിടുത്തെ ആൾക്കാർ തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്താണ്. എല്ലാ ഫിഷർമെൻ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരാണ് കൂടുതലും. മനോഹരം. അപ്പം ഇങ്ങനെ ഒരു നല്ല ഒരു ഹോളി നോട്ടിൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിച്ചാലോ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളല്ല, ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. 5 മണി 5:15. ഇപ്പോൾ സന്ധ്യാസമയം 6:30 മണിയായി. കുറേ കാര്യങ്ങൾ കണ്ടു. അത് നിങ്ങൾ കഴിഞ്ഞ 3 വീഡിയോ ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇനിയും കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വരാം. ഇനി തിരിച്ച് ട്രിവാൻഡ്രത്തേക്ക് പോവാണ്. 2 hours എടുക്കും ഞാൻ തിരിച്ചെത്താൻ. അതുവരെ